ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമ്മൾ പലരും പല രീതിയിൽ ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയതും ചിലർ ഫെയിലിയർ ആയതും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പച്ചമുളക് ഫ്രിഡ്ജിൽ കൂടുതൽ നാൾ സൂക്ഷിക്കുന്ന വിധം. ഞാൻ ഈ വിഷയം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പലരും ഇതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ചോദിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാമെന്ന് വെച്ചത്. ഇപ്പോൾ കുറച്ച് പച്ചമുളകും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലത് പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചമുളകാണെങ്കിൽ കുറച്ച് സമയം നമ്മൾ വിഷാംശം പോകാനായിട്ട് ഉപ്പോ മഞ്ഞളോ ചേർത്ത വെള്ളത്തിൽ മുക്കി വെച്ച ശേഷം ഒരു 10-15 മിനിറ്റിന് കഴിയുമ്പോൾ നമുക്കത് നന്നായിട്ട് കഴുകിയെടുക്കാം. അതിപ്പോൾ പച്ചമുളകാണെങ്കിലും ബാക്കി എന്ത് പച്ചക്കറി ആണെങ്കിലും ഈ രീതിയിൽ തന്നെ ചെയ്യണം. ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഈ രീതിയിൽ കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് പച്ചമുളകിൻ്റെ ഞെട്ട് നീക്കിയ ശേഷം വെള്ളം പോകാനായിട്ട് ഒരു കിച്ചൺ ടവലിൻ്റെയോ അല്ലെങ്കിൽ പേപ്പറിൻ്റെയോ മുകളിൽ നിരത്തി വയ്ക്കുക. കാര്യം ഇത്രയേ ഉള്ളൂ, പച്ചമുളകിലെ വെള്ളം പൂർണ്ണമായിട്ടും നീങ്ങണം. വേണമെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വെച്ച് ഉണക്കിയെടുക്കാം, അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ ടവൽ ഉപയോഗിച്ച് ഓരോ പച്ചമുളകും നമുക്ക് തുടച്ചെടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാനായിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിൻ എടുക്കുക. നമ്മൾ എത്രത്തോളം പച്ചമുളക് സൂക്ഷിക്കുന്നു അതിനനുസരിച്ച് ഉള്ള വലിപ്പമുള്ള ടിൻ എടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ടിന്ന് കഴുകി തുടച്ചതായിരിക്കണം. അതായത് ജലാംശമില്ലാത്ത ടിന്നിൽ വേണം നമ്മൾ ഇട്ട് വയ്ക്കാനെന്നുള്ളതാണ്. ഈ രീതിയിൽ കഴുകി തുടച്ച ടിന്നിൽ നമുക്ക് പച്ചമുളക് ഇട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇത് എത്ര നാൾ വേണമെങ്കിലും, അതായത് 1 മാസം വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ഡെയിലി ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കുക. അല്ലാതെ നമ്മൾ ഡെയിലി നമ്മളിത് ഓപ്പൺ ചെയ്യരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇവിടെ എനിക്ക് ഒരല്പം കൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് എൻ്റെ വീട്ടിലെ മുളക് തീരുമ്പോഴാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്നത്. കൂടുതൽ നാൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ, അതായത് 1 മാസത്തേക്കൊക്കെ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ഞെട്ട് പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ വീട്ടിലെ പച്ചമുളക് ചെടികൾ ധാരാളം മുളകുള്ള സമയത്ത് നമുക്കത് എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം അത് പറയുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, വാട്സാപ്പിൽ വീഡിയോ സെൻഡ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം എനിക്കത് സാധിക്കാറില്ല. വാട്സാപ്പിൽ കയറുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. അപ്പോൾ വാട്സാപ്പിൽ ആക്റ്റീവായിട്ടുള്ള ഫ്രണ്ട്സിനോടൊരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ഇത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ഇന്ന് തന്നെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പച്ചമുളക് കൂടുതലുള്ള സമയത്ത് ഉപ്പും വിനാഗിരിയും ഇട്ട് നമുക്ക് വയ്ക്കാം. ഈ രീതിയിൽ നമുക്ക് 1 വർഷം വരെ പച്ചമുളക് സൂക്ഷിച്ച് വെച്ച ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. കറികൾ ചേർക്കാവുന്നതാണ്. ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് തരാം. ഇനി പഴുത്ത പച്ചമുളക് നമുക്ക് 2 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട ശേഷം ഉടനെ തന്നെ എടുത്ത് ഉണക്കി വയ്ക്കാവുന്നതാണ്. ഈ രീതിയിൽ ഉണക്കി വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യാനുസരണം പൊടിച്ചോ അല്ലെങ്കിൽ ചതച്ചോ ഒക്കെ കറികളിൽ ചേർക്കാം. പച്ചമുളകിൽ അടങ്ങിയിരിക്കുന്ന ക്യാപ്സൈൻ ക്യാൻസറിനെ തടയാനായിട്ട് കഴിവുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ സാധിക്കുന്ന എല്ലാവരും വീട്ടിൽ പച്ചമുളക് വെച്ച് പിടിപ്പിക്കുക. പാചകത്തിൽ അല്ലെങ്കിൽ അടുക്കള കാര്യത്തിൽ ഒത്തിരി അറിവുകളുള്ള ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു ഷെഫ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത്, ഞാൻ സ്ഥിരമായിട്ട് കിച്ചൺ ടിപ്സ് ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.